നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെയും ഭരിക്കുന്ന വടക്കൻ ലോബികളെയും ഒരേ സമയം നടുക്കിക്കൊണ്ടിത മുൻ ഇന്ത്യൻ പരിശീലകനും ഇതിഹാസ താരവുമായ രവി ശാസ്ത്രി കനത്തൊരു ആറ്റം ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അയർലൻഡിന്റെ മണ്ണിൽ 3 വട്ടം ലോക ചാമ്പ്യന്മാരായ ഭാരതത്തിന്റെ ടീം 2-0 നാണം കെട്ട് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടപ്പോൾ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് കളി കണ്ട കോച്ചുമാരുടെയും മാനേജ്മെന്റിന്റെയും കപടതന്ത്രങ്ങളെ പരസ്യമായി വലിച്ചുകേറി ഒട്ടിച്ചിരിക്കുകയാണ് ശാസ്ത്രി. IPL-ൽ ലോകോത്തര ബൌളർമാരെ തല്ലിച്ചതച്ച് ചരിത്രം കുറിച്ച വെറും 15 വയസ്സുകാരൻ അത്ഭുത പ്രതിഭ വൈഭവ് സൂര്യവംശിയെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതെ ബെഞ്ചിലിരുത്തി വെള്ളം ചുമപ്പിച്ച ആ കറുത്ത രാഷ്ട്രീയത്തിനെതിരെയാണ് ശാസ്ത്രി ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം T20 മത്സരം കഴിഞ്ഞപ്പോൾ സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ തുറന്നടിച്ചിരിക്കുന്നത്. രവിശാസ്ത്രി പറഞ്ഞ ആ മാസ് വാക്കുകൾ കേട്ടാൽ ഏത് മലയാളി ക്രിക്കറ്റ് ആരാധകന്റെയും രക്തം തിളക്കും സുഹൃത്തുക്കളെ. അയർലൻഡിനെതിരായ പരമ്പരയിൽ വൈഭവിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ അവൻ ഐറിഷ് ബൌളർമാരുടെ തുണിയൊരിച്ചേനെ. അവിടുത്തേത് സ്ലോ ആയ സ്പോഞ്ചി ട്രാക്കുകളായിരുന്നു, ഗ്രൗണ്ട് ചെറുതുമാണ്. അവൻ ഐറിഷ് ബൌളർമാരെ അടിച്ച് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ എത്തിക്കുമായിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ അവനെ ബെഞ്ചിലിരുത്തി വെള്ളം ചുമപ്പിക്കുന്നത്. എന്തൊരു കനത്ത പ്രഹരമാണിത്. അണ്ടർ 19 ലോകകപ്പ് ഫൈനലിൽ 175 റൺസ് അടിച്ചുകൂട്ടി ഭാരതത്തിന് കിരീടം നേടിത്തന്ന തൊട്ടു പിന്നാലെ നടന്ന 2026 IPL-ൽ 776 റൺസോടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓറഞ്ച് ക്യാപ്പ് വിന്നറായി മാറിയ വൈഭവ് സൂര്യവംശിയെ പുറത്തിരുത്താൻ ടീം മാനേജ്മെന്റിന് എങ്ങനെ മനസ്സുവന്നു? അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയുമുള്ള ആദ്യ മത്സരത്തിലും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്തപ്പോൾ വൈഭവിനെ എന്തിനാണ് മിഡിൽ ഓർഡറിൽ പോലും ഉൾപ്പെടുത്താതെ ഒതുക്കാൻ നോക്കിയത്? ചരിത്രത്തിൽ ആദ്യമായി അയർലൻഡിനോട് പരമ്പര തോറ്റിട്ടും ടീം മാനേജ്മെന്റ് കണ്ണു തുറക്കാത്തത് എന്തുകൊണ്ടാണ്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മാസ് ഇൻസൈഡ് ടാക്ടിക് സ്വാഗതം. നമുക്ക് രവിശാസ്ത്രി ഉന്നയിച്ച ആ കടുത്ത ടാക്ടിക്കൽ ചോദ്യങ്ങളിലേക്ക് വരാം. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച മൈൻഡ് ഗെയിം മാസ്റ്ററായ രവിശാസ്ത്രി കൃത്യമായ സ്റ്റാറ്റസും സാഹചര്യങ്ങളും വെച്ചാണ് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ കപടതന്ത്രങ്ങളെ പൊളിച്ചടുക്കിയത്. അയർലൻഡിലെ പിച്ചുകൾ എന്ന് പറയുന്നത് സ്പോഞ്ചി ബൗൺസ് ഉള്ള സ്ലോ ട്രാക്കുകളാണ്. അവിടുത്തെ ബൗണ്ടറികൾ വളരെ ചെറുതുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള ഒരു നാച്ചുറൽ സ്ട്രോക്ക് പ്ലെയറെയായിരുന്നു ഇന്ത്യക്ക് ആവശ്യം. IPL-ൽ മിച്ചൽ സ്റ്റാർക്കിനെയും പാറ്റ് കമ്മിൻസിനെയും പോലെയുള്ള ലോകത്തെ ഏറ്റവും ഭാരമേറിയ പേസ് ബൌളർമാരെ ഫ്രണ്ട് ഫൂട്ടിൽ വന്ന് പുല്ലുപോലെ സിക്സർ അടിച്ച പയ്യനാണ് വൈഭവ്. എന്നിട്ടാണ് ഐറിഷ് ബൌളർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര റൺസ് എടുക്കാൻ കഴിയാതെ ചോര തുപ്പിയപ്പോൾ ഈ വജ്രായുധത്തെ മാനേജ്മെന്റ് ബെഞ്ചിലിരുത്തിയത്. ശാസ്ത്രി പറഞ്ഞതുപോലെ വൈഭവ് ആ മത്സരങ്ങളിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പവർ പ്ലേയിൽ തന്നെ ഐറിഷ് പടയുടെ കോൺഫിഡൻസ് അവൻ തകർക്കുമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ അയർലൻഡിനോട് ഒരു T20 പരമ്പര തോൽക്കുന്നത്. 3 വട്ടം ലോക ചാമ്പ്യന്മാരായ ഭാരതത്തിന് ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനില്ല. എന്നിട്ടും ഈ 15 വയസ്സുകാരൻ പ്രതിഭയ്ക്ക് അവസരം നൽകാതെ അവനെക്കൊണ്ട് മൈതാനത്ത് വെള്ളം ചുമപ്പിച്ച ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ കടുംപിടുത്തത്തിന് പിന്നിൽ അസൂയയും വടക്കൻ ലോബികളുടെ കറുത്ത രാഷ്ട്രീയവുമല്ലാതെ മറ്റെന്താണ് സുഹൃത്തുക്കളെ? ഈ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് വെറുമൊരു ഹൈപ്പിൽ പൊങ്ങി വന്ന താരമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അണ്ടർ 19 ലോകകപ്പിന്റെ ഫൈനലിൽ മർദ്ദനമേറ്റ വിക്കറ്റിൽ ഓസ്ട്രേലിയൻ ബൌളർമാരെ വലിച്ചു കീറി 175 റൺസ് അടിച്ചു കൂട്ടിയപ്പോഴേ ഈ പയ്യൻ ഭാരതത്തിന്റെ ഭാവിയാണെന്ന് ലോകം വിറച്ചു സമ്മതിച്ചതാണ്. എന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ നടന്ന 2026-ലെ IPL സീസണിലാണ് വൈഭവ് തന്റെ യഥാർത്ഥ വിശ്വരൂപം കാണിച്ചത്. മുതിർന്ന അന്താരാഷ്ട്ര താരങ്ങൾ പോലും റൺസ് എടുക്കാൻ കഷ്ടപ്പെട്ട പിച്ചുകളിൽ വെറും 15 വയസ്സുള്ള ഒരു കൗമാരക്കാരൻ പയ്യൻ സീസണിലുടനീളം ബാറ്റിംഗ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് 776 റൺസാണ് അടിച്ചുകൂട്ടിയത്. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓറഞ്ച് ക്യാപ്പ് വിന്നർ എന്ന അമാനുഷിക റെക്കോർഡ് വൈഭവ് തന്റെ പേരിൽ കുറിച്ചു. ലോകത്തിലെ ഏത് ലോകോത്തര ഫാസ്റ്റ് ബൌളറെയാണ് അവൻ അടിച്ചൊതുക്കാത്തത്? എന്നിട്ടും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നാണം കെട്ട് തോൽക്കുമ്പോഴും ഈ വമ്പൻ ഫോമിലുള്ള ഒരു മാച്ച് വിന്നറെ ടീമിന്റെ പുറത്തിരുത്തിയത് ക്രിക്കറ്റ് ലോജിക്കുകളെ മുഴുവൻ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. ശാസ്ത്രി ചോദിച്ചതുപോലെ IPL-ൽ ഇത്രയും വലിയൊരു പ്രകടനം നടത്തിയ ശേഷവും അവനെ എന്തിനാണ് പരീക്ഷണ പരമ്പരകളിൽ പോലും ബെഞ്ചിലിരുത്തി സമയം കളയുന്നത്? വരും സീസണുകളിൽ ഇന്ത്യക്ക് ലോക കിരീടങ്ങൾ നേടണമെങ്കിൽ വൈഭവിനെ പോലെയുള്ള കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള യുവതാരങ്ങളെയാണ് നമുക്ക് ആവശ്യം.
ഇനി നമുക്ക് ടീമിന്റെ ആ തന്ത്രപരമായ ഘടനയിലേക്ക് വരാം. അയർലൻഡിനെതിരായ 2 മത്സരങ്ങളിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2020 മത്സരത്തിലും നമ്മുടെ മലയാളി താരം സഞ്ജു സാംസണും യുവ വെടിക്കെട്ട് വീരൻ അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇരുവരും ടോപ്പ് ഓർഡറിൽ തങ്ങളുടെ കഴിവിന്റെ പരമാവധി റൺസ് എടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ പ്രശ്നം കിടക്കുന്നത് ഇന്ത്യൻ മധ്യനിരയിലാണ്. ടോപ്പ് ഓർഡർ നൽകുന്ന നല്ല തുടക്കങ്ങൾ ഒരു വമ്പൻ സ്കോറിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള ഒരു എക്സ് ഫാക്ടർ ബാറ്ററുടെ കുറവ് ഇന്ത്യൻ മധ്യനിരയിൽ വ്യക്തമാണ്. അവിടെ വൈഭവ് സൂര്യവംശിയെ മാനേജ്മെന്റിന് കൃത്യമായി ഉപയോഗിക്കാമായിരുന്നു. വൈഭവിനെ ഓപ്പണറായി ഇറക്കാൻ കഴിയില്ലെങ്കിൽ പോലും അവനെ 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ ഇറക്കി മധ്യനിരയ്ക്ക് കനത്ത ഫയർ പവർ നൽകാൻ ടീം തയ്യാറാകണമായിരുന്നു. പരാജയങ്ങളിൽ തളരാത്ത ആദ്യ പന്ത് മുതൽ അതിശക്തമായി പ്രത്യാക്രമണം നടത്താൻ ശേഷിയുള്ള വൈഭവിന്റെ ആ മാനസിക കരുത്തിനെയാണ് രവിശാസ്ത്രി എടുത്തു പറഞ്ഞത്. വെറും 15 വയസ്സ് മാത്രമുള്ളതുകൊണ്ട് തന്നെ മുൻകാല പരാജയങ്ങളുടെ യാതൊരുവിധ മാനസിക ഭാരവും ആ പയ്യന്റെ തലയിലില്ല. ആ യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ഭയമില്ലാതെ ബാറ്റ് വീശുന്ന വൈഭവ് ആദ്യത്തെ 2-3 ഓവർ ക്രീസിൽ നിന്നാൽ മിഡിൽ ഓർഡറിന് ലഭിക്കുന്നത് വമ്പൻ അടിത്തറയാണ്. എന്നിട്ടും സഞ്ജുവിനെയും അഭിഷേകിനെയും മാത്രം മുന്നിൽ നിർത്തി വൈഭവിനെ ഒതുക്കാൻ നോക്കിയത് മാനേജ്മെന്റിന്റെ വലിയൊരു ബ്ലണ്ടറാണ്. രവിശാസ്ത്രി തന്റെ ആശങ്ക വ്യക്തമാക്കിയത് വളരെ കൃത്യമാണ്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിലെ ആ കടുത്ത സ്വിംഗ് സാഹചര്യങ്ങളിൽ വൈഭവിന് അവസരം കിട്ടുമോ എന്ന് ആർക്കും അറിയില്ല. അയർലൻഡിലെ ചെറിയ ഗ്രൗണ്ടുകളിൽ അവന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരാൻ ഏറ്റവും അനുയോജ്യമായ സമയമായിരുന്നു. അത് മാനേജ്മെന്റ് മനഃപൂർവ്വം തല്ലിക്കെടുത്തി. ഇംഗ്ലണ്ടിലെ പരിചയസമ്പന്നരായ ബോളിംഗ് നിരയ്ക്ക് മുന്നിലേക്ക് ഒരു 15 വയസ്സുകാരനെ പെട്ടെന്നിറക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം ചെറുതല്ല. എന്നിരുന്നാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ വൈഭവിന് വേണ്ടി ടീമിൽ ഇടം കണ്ടെത്തിയേ മതിയാകൂ എന്ന് ശാസ്ത്രി പറയുന്നു. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഗൗതം ഗംഭീറും സെലക്ടർമാരും തയ്യാറാകണം. കേവലം സീനിയോറിറ്റിയുടെ പേരിൽ മാത്രം ഫോമില്ലാത്ത താരങ്ങളെ ടീമിൽ കുത്തി നിറയ്ക്കുന്ന പഴയ വടക്കൻ ലോബികളുടെ തന്ത്രങ്ങൾ ഇനി സ്പോർട്സ് പിച്ച് അനുവദിക്കില്ല. വൈഭവ് സൂര്യവംശി എന്ന ഈ വിസ്മയ പ്രതിഭയെ എത്രയും പെട്ടെന്ന് പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തി അവന് അർഹിക്കുന്ന സ്വാതന്ത്ര്യം നൽകണം. ശാസ്ത്രിയുടെ ഈ കനത്ത വിമർശനത്തിന് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ വരും മത്സരങ്ങളിൽ വൈഭവ് പാഡണിയാൻ ഇറങ്ങുമോ എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. അവൻ ക്രീസിലെത്തിയാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ ചരിത്രം പിറക്കുമെന്ന് ഉറപ്പാണ്. അതേ സുഹൃത്തുക്കളെ, വൈഭവ് സൂര്യവംശിയെ പുറത്തിരുത്തിയ മാനേജ്മെന്റ് നടപടിയെ വലിച്ചു കീറിയ രവിശാസ്ത്രിയുടെ ഈ ഒരു മാസ് പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വൈഭവ് വരും മത്സരങ്ങളിൽ സഞ്ജുവിനും അഭിഷേകിനുമൊപ്പം ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശാസ്ത്രി പറഞ്ഞതുപോലെ അവൻ ഐറിഷ് ബൗളർമാരെ തല്ലിച്ചതയ്ക്കുമായിരുന്നോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ശാസ്ത്രിയുടെ ഈ തുറന്നടിച്ച വാർത്ത എല്ലാ ആരാധകരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.